നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കെ CPM-ൽ പതിവ് പോലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വെട്ടിനിരത്തൽ ആരംഭിച്ചതായിട്ട് തന്നെയാണ് സൂചന. ഇതിൻ്റെ ആദ്യ ഭാഗമായിട്ടായിരുന്നു കെ ശൈലജ ടീച്ചറിന് മട്ടന്നൂരിൽ സീറ്റ് നിഷേധിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. കണ്ണൂരിലെ 3 ജയരാജന്മാർക്കും ഇക്കുറി സീറ്റില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം പാർട്ടിയുടെ താത്വിക ആചാര്യനായ എം സ്വരാജിനും സീറ്റില്ല എന്ന് തന്നെയാണ്. എം സ്വരാജ് ഒരു തവണ 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് അന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്താനും വിജയിച്ചു. പക്ഷേ 2021 അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും സ്വന്തം ജന്മനാട്ടിലും എം സ്വരാജ് പരാജയപ്പെടുകയായിരുന്നു. എം സ്വരാജിനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് വീണ്ടും മത്സരിപ്പിക്കണമെന്ന് എറണാകുളം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വം ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം നിലവിൽ വൈപ്പിനിലെ MLA ആണ്. സമുദായ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത്, അതായത് ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താണ് KN ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ മത്സരിച്ച സമയത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള ലീഡ് അവിടെ BJP സ്ഥാനാർത്ഥികൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ള കാര്യവും കെ ബാബു ഇക്കുറി അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ KN ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാൻ CPM നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണം കരുതാൻ. വൈപ്പിൻ സീറ്റിലേക്ക് അവർ വരുന്ന നേതാവായ ഷൈനിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇടുക്കി ജില്ലയിലെയും കാര്യം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ 2 തവണ വിജയിച്ചത് MM മണിയാണ്. MM മണി ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു എങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് തന്നെയാണ് MM മണി. പക്ഷേ MM മണിക്ക് ഇക്കൊരു സീറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. പകരം KK ജയചന്ദ്രൻ അവിടെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. KK ജയചന്ദ്രൻ നേരത്തെ പലതവണ ഉടുമ്പൻചോല എന്നുള്ള MLA ആയിരുന്ന വ്യക്തിയാണ്. ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. മണിയാശാൻ ഇക്കുറി വീണ്ടും മത്സരിക്കണമെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ പോലും പാർട്ടി അതും തള്ളിക്കളയുകയായിരുന്നു. അപ്പോൾ ഏതായാലും ഇക്കുറി വലിയ തോതിലുള്ള മാറ്റങ്ങൾ CPM നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. KK ശൈലജയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റ് നിഷേധിച്ചത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. മട്ടന്നൂരിൽ സീറ്റ് നിഷേധിച്ച KK ശൈലജയോട് പേരാവൂരിൽ പോയി മത്സരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പേരാവൂർ എന്ന് പറയുന്നത് UDFൻ്റെ ഉരുക്ക് കോട്ടയാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർത്തി പരാജയപ്പെടുത്തിയ പോലെ പേരാവൂരിൽ കൂടെ നിർത്തിയത് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ KK ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി ശൂന്യമാകും എന്നുള്ള വ്യക്തമായ ധാരണയുടെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും ഗോവിന്ദൻ മാഷുമൊക്കെ തന്നെ നീങ്ങുന്നത് എന്ന് വേണം കരുതാൻ. പാർട്ടിയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇക്കുറി ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയവരൊക്കെ ഒരുപക്ഷെ ഇക്കുറി മത്സരിച്ചേക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും അവരൊന്നും തന്നെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചത് പിണറായി വിജയനും CPM-നും വലിയ തോതിലുള്ള തിരിച്ചടിയായി എന്നുള്ള വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. പാർട്ടി ഇക്കുറി മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിപ്പിക്കുമെന്നാണ് ആദ്യ ഘട്ടങ്ങളിൽ സൂചന ലഭിച്ചിരുന്നത് എങ്കിൽ പോലും G സുധാകരനെയും ഒക്കെ പോലെയുള്ള നേതാക്കന്മാർ, അതായത് ജനകീയരായ നേതാക്കളെ മത്സരിക്കേണ്ടതില്ല, അവിടെ സ്ഥാനാർത്ഥിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റു പല ജില്ലകളിലൊക്കെ തന്നെ ജനകീയരായ, അതേസമയം നേരത്തെ VS ഗ്രൂപ്പുമായൊക്കെ ബന്ധം പുലർത്തിയിരുന്ന പലരെയും കുറി അവർ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വെട്ടിനിരത്തൽ ആദ്യമേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് ആരുടെയൊക്കെ തലയാണ് ഉരുളുന്നത് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ വിട്ടു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശൈലജ ടീച്ചറിനെയൊക്കെ പോലെയുള്ള ഒരുപക്ഷെ കേരളത്തിന് മുഖ്യമന്ത്രി ആവാൻ പോലും സാധ്യതയുണ്ട് എന്ന് പലരും നേരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു നേതാവിനെ തന്നെ ആദ്യമേ വെട്ടിനിരത്തിയത് പണ്ട് VS-നോട് ഇവർ കാണിച്ചിരുന്നതിൻ്റെ മറ്റൊരു പതിപ്പായിട്ടാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പലരും കരുതുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS-ന് പാർട്ടി ആദ്യം സീറ്റ് നിഷേധിക്കുകയും പിന്നീട് ജനകീയ പ്രക്ഷോഭം ഉയർന്നതിനെ തുടർന്ന് സീറ്റ് നൽകുകയും ചെയ്ത കാര്യം ഇക്കുറി പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ പിണറായിക്ക് എതിർഭാഗത്ത് VS-നെ പോലെ അതിശക്തനായ ഒരു നേതാവ് അവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പിണറായിയും ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മികച്ച അവസരമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറുന്നത് എന്ന് വേണം കരുതാൻ. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ ഒന്നൊന്നായി വെട്ടിനിരത്താനുള്ള ഒരു അവസരമായും അവർ അത് ഉപയോഗിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുതന്നെയാണ് കണ്ണൂരിലെ 3 ജയരാജന്മാരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എങ്ങാനും ഭരണം കിട്ടിപ്പോയാൽ ഇതിൽ പലരെയും മന്ത്രിമാരാക്കേണ്ടി വരുമെന്നും അത് തങ്ങളുടെ നോമിനികൾക്ക് ഒരുപക്ഷെ നാളെ ഭീഷണി ആയി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇവർ 3 പേർക്കും ഇപ്പോൾ പാർട്ടി സീറ്റ് നിഷേധിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. EP ജയരാജൻ മാത്രമാണ് ഈ കൂട്ടത്തിൽ നേരത്തെ മന്ത്രിയായിട്ടുള്ളത്. MP ജയരാജനും P ജയരാജനും പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരുമാണ്. അവർ രണ്ടുപേരും ഇനിയും മന്ത്രിമാരായിട്ടില്ല എന്നുള്ളതും ഇവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരുപക്ഷെ ഇളടഞ്ഞതാകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. കണ്ണൂരിൽ ഒരു പുതിയ തലമുറ നേതൃനിര കൊണ്ടുവരാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ, അതായത് തങ്ങളുടെ വിശ്വസ്തരെ അണിനിരത്തിക്കൊണ്ട് കണ്ണൂരിലെ പാർട്ടി പിടിച്ചെടുക്കാൻ തന്നെയായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ, MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള
ആ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. കണ്ണൂരിലെ പാർട്ടിക്ക് ഉറപ്പുള്ള സീറ്റുകളിലൊക്കെ തന്നെ, അതായത് അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന സീറ്റുകളിലൊക്കെ തന്നെ സ്വന്തക്കാരെ നിയോഗിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. ഏതായാലും എം മണിയും സ്വരാജിനെയൊക്കെ തന്നെ ഒഴിവാക്കിയ നടപടി പാർട്ടി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്.